അല്ല സുരേഷ് കുമാർ നേരത്തെ പറഞ്ഞു ഉല്ലാസ് ബാബു മര്യാദ വേണമെന്ന്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ താങ്കളാരാണ്? താങ്കളോട് എന്ത് മര്യാദക്കേടാണ് ഞാൻ സംസാരിച്ചത്? മര്യാദകൾ സംസാരിക്കാൻ വിചാരിച്ചാൽ കേട്ടോ. ആ വർത്തമാനം ഒന്നും പറയണ്ട. പിന്നെ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് താൻ സംസാരിക്കുക. ഞാൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് താൻ സംസാരിക്കും. ഞാൻ താങ്കൾ സംസാരിച്ചപ്പോ സംസാരിച്ചോ? ഞാൻ താങ്കൾ സംസാരിച്ചപ്പോ സംസാരിച്ചോ? സുരേഷ് കുമാറെ, താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ചോ? മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന ദുരന്തം തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നശിപ്പിച്ച് പണ്ടാരടങ്ങിയത് എന്ന് ഞാൻ കൃത്യമായി പറയുന്നേ. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് നശിപ്പിച്ച് ഈ സമൂഹത്തിനകത്ത് വളർന്നു വരുന്ന യുവതലമുറയെ പ്രതിസന്ധിയിലാക്കി വളർന്നു വരുന്ന മക്കൾക്ക് ഏറ്റവും വലിയ മോശകരമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖല ഉണ്ടാക്കി കൊടുത്ത വ്യക്തികളുടെ പേരാണ് ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത, വീക്ഷണമില്ലാത്ത, ഈ സമൂഹത്തിനോട് യാതൊരു വിധത്തിലും സ്നേഹമില്ലാത്ത ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന് കഴിവില്ലെങ്കിൽ, പ്രാപ്തിയില്ലെങ്കിൽ അത് വിളിച്ചു പറയുന്ന ഞങ്ങളോടാണോ താങ്കൾക്ക് ബുദ്ധിമുട്ട്? യു പിയിലേക്കോ ഗുജറാത്തിലേക്കോ ബീഹാറിലേക്കല്ല പോകേണ്ടത്. എന്താ സുരേഷ് കുമാറിന് വിഷമമില്ലാത്ത? സുരേഷ് കുമാറിന്റെ മക്കളെ കുടുംബത്തെ സുഖമായിട്ടിരിക്കുക. പക്ഷെ മിഥുൻ എന്ന് പറയപ്പെടുന്ന പാവപ്പെട്ട കുട്ടി മരിച്ചു. ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം എന്താ അറിയോ? നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതരാണ്. മിഥുൻ മരിച്ചു വീണിരിക്കുന്നു, ആ പയ്യൻ മരിച്ചു വീണിരിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അതിൽ ഒരു ആകസ്മിക സംഭവം എന്ന് പറയപ്പെടുന്നത്? ഉല്ലാസ് ബാബുവിന് വിഷമം. ഉല്ലാസ് ബാബുവിന് അതിൽ വിഷമമുണ്ടാവും. കാരണം ഈ സമൂഹത്തിൽ ഒരു വിദ്യാർത്ഥി അങ്ങനെ മരിച്ചു വിടുന്ന സമയത്ത് ഇടതുപക്ഷക്കാരനായ സുരേഷ് കുമാറിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ മക്കളെ ഉല്ലാസ് ബാബുവിന് ഫീലിംഗ് ഉണ്ടാവും. സ്വാശ്രയ സമരം നടക്കുന്ന കാലത്ത് പിണറായി പിന്നെ മകളെ സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് അയച്ച ചരിത്രമൊക്കെ നമുക്കറിയാം. സുരേഷ് കുമാറെ, ഞങ്ങൾ കൃത്യമായി വെല്ലുവിളിക്കുന്നു. ശിവൻകുട്ടിയെ കുറിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു സോഷ്യൽ ഓഡിറ്റിന് നിങ്ങൾ തയ്യാറുണ്ട് എങ്കിൽ ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ നയവും ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ ശൈലിയും ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ മേഖല കൊണ്ടുകടന്ന രീതിയും കറക്റ്റാണ് എന്ന് ഈ പൊതുസമൂഹം പറയുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞ പണി ഞാൻ എടുക്കാം. ഈ പരാജിതനായ ഒരു വ്യക്തിയെ വീണ്ടും വെള്ളം പൂശാനുള്ള നാണവും നിങ്ങൾക്കില്ല. നിങ്ങൾ സ്വന്തം മക്കളോട് ചോദിക്കുക. ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന പരാജയപ്പെട്ടവന്റെ ചരിത്രം ആ മക്കൾ പറഞ്ഞു തരും നിങ്ങൾക്ക്. വിദ്യാഭ്യാസ മേഖലയുടെ കഴുക്കോലും മൂത്തരവും മോടും എല്ലാം ഊരി അതിനെ നശിപ്പിച്ച് നാരണക്കല്ലെടുത്ത് ഒരു ഒരു സെക്കൻഡ് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി. ധാർമ്മികത നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി സമൂഹത്തെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ വളർത്തിയെടുക്കുന്നത്. ഒരു മിനിറ്റ് ഞാൻ തിരികെ എത്താം. ശ്രീ രാജേന്ദ്രനിലേക്ക് കൂടി ഒന്ന് പോകണം. ശ്രീ രാജേന്ദ്രൻ നേരത്തെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയം ലഹരിയിലേക്ക് കൂപ്പുകുത്തുന്ന വിദ്യാർത്ഥി സമൂഹം, ഇവിടെ ധാർമ്മികത നഷ്ടപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹം, ഈ വിദ്യാർത്ഥി ഇങ്ങനെ കുട്ടികൾ വഴിതെറ്റുന്നതിന് കൂട പിടിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയും സംവിധാനവുമാണ് നമ്മുടെ ഈ സംസ്ഥാനത്തുള്ളത്. അങ്ങേക്കൊന്ന് കൂട്ടിച്ചേർക്കാം. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി എടുക്കാം. ഒരു സെക്കൻഡ് അങ്ങേക്ക് സമയം തരാം. തേവലക്കരയില് നടന്നിരിക്കുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തിരിച്ചറിയാവുന്നതാണ്. ഒരു കുട്ടിയുടെ അവിടുത്തെ നമ്മുടെ ഹൃദയം മതിക്കുന്ന രീതിയിൽ മിഥുൻ എന്ന കുട്ടിയുടെ ജീവൻ അപഹരിച്ചു കളഞ്ഞത് അവന് കയ്യെത്തുന്ന ഉയരത്തിൽ കൂടി പോയ വൈദ്യുതി ലൈനാണ്. അതിന് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതിന്റെ കുറ്റം അവിടുത്തെ പ്രിൻസിപ്പലും ഹെഡ് മാസ്റ്ററും അതുപോലെ വൈദ്യുതി ബോർഡിന്റെ അവിടുത്തെ ചുമതലയുള്ള ആൾ ഏറ്റെടുക്കണം. അവരെ ആദ്യം സസ്പെൻഡ് ചെയ്യണമായിരുന്നു. അതിനുശേഷം വേണമായിരുന്നു അന്വേഷണം നടത്താൻ. അത് ചെയ്തിട്ടില്ല. പ്രാഥമിക വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ ഇലക്ട്രിസിറ്റി മന്ത്രിയും ആ നടപടികൾ എടുത്തിട്ട് വേണമായിരുന്നു അന്വേഷണം. അന്വേഷണം നീണ്ടുപോകും. ഇതെല്ലാരും ഹൃദയത്തിന്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. ശ്രീ ഉല്ലാസ് ബാബു ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ശ്രീ ഉല്ലാസ് ബാബു എന്ന് പറയപ്പെടുന്ന
CPIM എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ അനാസ്ഥയല്ലേ ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന കഴിവില്ലാത്തൊരു വ്യക്തിയെ പിടിച്ച് വിദ്യാഭ്യാസം മുണ്ടശ്ശേരി മാഷിരുന്ന കസേരയാണ് നീലിമ ഈ ശിവൻകുട്ടി വന്നു നശിപ്പിച്ച് കളഞ്ഞത്. നിങ്ങൾക്കറിയാമോ? മദ്യവും മയക്കുമരുന്നും മാഫിയകൾക്ക് നടമാടിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ. ഈ ശിവൻകുട്ടി എന്ത് ചെയ്തു? ഈ ബിന്ദു ടീച്ചർ എന്ത് ചെയ്തു? നിങ്ങളൊന്ന് ചോദിക്കേ. എന്നിട്ട് ഈ പരാജയപ്പെട്ടതിന് വേണ്ടി സംസാരിക്കുന്ന സുരേഷ് കുമാറിനെ പോലെയുള്ള ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തികളെ ഞങ്ങൾ അംഗീകരിക്കണം. 1.25% വോട്ടുള്ള നിങ്ങളുടെ ഈ പാർട്ടിയാണ് BJPയെ ഭാരതത്തിനകത്ത് വെല്ലുവിളിക്കുന്നത്. എന്റെ പോലി ചേട്ടാ, നിങ്ങൾ തരത്തിൽ പോയി സംസാരിക്കുക. നിങ്ങളുടെ ശിവൻകുട്ടി എന്ന് പറയപ്പെടുന്ന വ്യക്തി കേരളത്തിനകത്ത് പരാജയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ്. കേരളം കണ്ട ചരിത്രത്തിൽ ഒന്നൊന്നായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കഴിവുകെട്ട മന്ത്രിയാണ് ശിവൻകുട്ടി. ഇനിയും പറയും കഴിവുകെട്ട മന്ത്രിയാണ് ശിവൻകുട്ടി എന്നതാണ് BJP പ്രതിനിധി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഏറ്റവും ഒടുവിൽ പങ്കുവെക്കുന്ന കാഴ്ചപ്പാട്.